തിരുവോണത്തിൻ്റെ തലേ ദിവസം വരെ എല്ലാ വീഡിയോ എടുത്ത് തുള്ളിച്ചാടി നടന്നിട്ട് നമുക്ക് തിരുവോണം ആഘോഷിക്കാൻ പറ്റിയില്ല. ചില പേഴ്സണൽ കാര്യം കൊണ്ട് തിരുവോണം മൊത്തത്തിൽ അങ്ങ് വെള്ളത്തിലായിപ്പോയി. ഒന്നും അതേപോലെ ആഘോഷിക്കാൻ പറ്റില്ല. ആ ഒരു വിഷമം എനിക്ക് നല്ലതായിട്ടുണ്ട്. അപ്പോൾ അമ്മയോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് നമ്മൾ വർക്കിന് പോവുകയാണ്. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഒരു വർഷത്തെ എല്ലാ ആഘോഷവും നമ്മൾ ഓണത്തിന് ആഘോഷിക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷത്തിൽ ചെന്നിട്ട് അതൊന്നും ആഘോഷിക്കാൻ പറ്റാതെ പോയ എത്രയോ പേര് കാണും. കുറേ പേരിൽ ഒരാളാണ് ഞാൻ. നല്ല വിഷമമുണ്ട്. പക്ഷേ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല, കഴിഞ്ഞുപോയി, കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഇനി അടുത്ത വർഷത്തേക്ക് നമുക്കിങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കാം, അത് മാത്രമേ നടക്കത്തുള്ളൂ. പോകുന്ന വഴിക്ക് വള്ളംകളി, ആറന്മുള വള്ളംകളി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച റോഡിൽ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ട്രാഫിക്കൊക്കെ നല്ല സ്മൂത്തായിട്ടായിരുന്നു. നേരത്തെ 1 മണിക്കൂർ മുന്നേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ വരെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ട്, ഇനി അടുത്ത വർഷം വരെ ആവണമല്ലോ. ഈ വർഷം ഇങ്ങനെ കണ്ണീരും കിനാവുമായിട്ട് ഇങ്ങനെ പോയി. അടുത്ത വർഷം നമ്മളെല്ലാം ശരിയാക്കണം. എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓർക്കുന്നതാണ് നല്ലതെന്ന് ഇപ്പോൾ ഓർക്കുന്നു. കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അങ്ങനെ വിട്ട് കളഞ്ഞേക്കുക. ഇനിയും വരാൻ പോകുന്ന പ്രതീക്ഷകളൊക്കെ ഓർത്തിങ്ങനെ സന്തോഷിച്ചിരിക്കുക, അതല്ലേ പറ്റുള്ളൂ. അപ്പം ഇനി അടുത്ത ഓണത്തിന് നല്ലൊരു വീഡിയോ ഒക്കെ ഇട്ട് ഇറങ്ങണം എന്നാണിപ്പോൾ എൻ്റെ ആഗ്രഹം. അങ്ങനെ ട്രെയിൻ നോക്കിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബസ്സിൽ നല്ല വർത്തനമായ ഒരു അപ്പച്ചനെ കിട്ടിയായിരുന്നു. ഇവിടെ വർത്തനം പറയാൻ ഒരു ചേച്ചിയെ കിട്ടിയായിരുന്നു. അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ഓർത്തിരുന്നില്ല. അത് നമ്മുടെ ട്രെയിൻ വരുന്നു. അപ്പോൾ ഇനി നമുക്ക് വർക്കിന് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ